ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് അനോണിമസ് ഫങ്ഷൻസ് ആണ്. ഓക്കെ, അനോണിമസ് ഫങ്ഷൻസ് അല്ലെങ്കിൽ വേറൊരു പേരും കൂടെ ഉണ്ട് അതിന്. എന്താണെന്നറിയോ? ലാംഡ ഫങ്ഷൻസ്. അനോണിമസ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ലാംഡ ഫങ്ഷൻസ്. ഓക്കെ, ഈ ഫങ്ഷൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ, അതായത് നമുക്കൊരു ചെറിയൊരു യൂസിന് വേണ്ടി, ഒരു സിംഗിൾ ടൈം യൂസ്, ഓക്കെ, ഒരു വട്ടം മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ എന്തിനാണ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്? ഫങ്ഷന്റെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റീയൂസിബിലിറ്റി ആണല്ലേ. റീയൂസിബിലിറ്റിയാണ്. നമുക്ക് ഒരേ കാര്യം തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ തവണയും അതിൻ്റെ ലോജിക്ക് കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു തവണ ആ ലോജിക്ക് യൂസ് ചെയ്തിട്ട് ആ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി, അതായത് ആ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഫംഗ്ഷൻ കോൾ ചെയ്താൽ മാത്രം മതി അല്ലേ. നമുക്ക് ഓരോ വട്ടവും ആ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ ഫംഗ്ഷൻ കോൾ ചെയ്താൽ മാത്രം മതി. അതാണ് ഫംഗ്ഷന്റെ മെയിൻ പ്രോപ്പർട്ടി തന്നെ. പക്ഷേ അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ് അനോണിമസ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്? നമുക്ക് സിംഗിൾ ടൈം യൂസ് ആണ്, അതായത് ഒരു വട്ടമേ യൂസ് ചെയ്യേണ്ടത്, ഒരു ചെറിയൊരു കാര്യമാണ് ചെയ്യേണ്ടത്. അപ്പം ഒരു സിംഗിൾ ടൈം യൂസിന് വേണ്ടി അതുപോലെ എന്താണ് ഫങ്ഷൻസ് ബോഡി കണ്ടക്ട്, അത് അനോണിമസ് ഫംഗ്ഷൻ എഴുതാൻ ഭയങ്കര എളുപ്പമാണ്. അതായത് ഒരു ലൈനിൽ, ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് അനോണിമസ് ഫംഗ്ഷൻ എഴുതാം. സോ ചെറിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി, സിംഗിൾ യൂസിന് വേണ്ടി നമ്മൾ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ ഒരു ഫംഗ്ഷൻ എഴുതുവാണ്. ഓക്കെ, ആ ഒരു രീതിക്കാണ് അനോണിമസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് എന്താണ്, ഒരു നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? ഒരു നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. നോർമലി നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഡെഫ് സ്ക്വയർ എന്ന് ഞാൻ ഫംഗ്ഷന്റെ പേര് കൊടുക്കുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? എ എന്ന് വാല്യൂ കൊടുക്കുന്നു. ഓക്കെ, ദെൻ എന്ത് ചെയ്യുന്നു? റിട്ടേൺ എ സ്റ്റാർ എ. ഓക്കെ, റിട്ടേൺ എ സ്റ്റാർ എ. ദെൻ എന്ത് ചെയ്യണം? ഞാൻ പ്രിന്റ് ചെയ്യുവാണ്. ഇത് ഫംഗ്ഷൻ കോൾ ചെയ്യുവാണ്. എവിടെ? പുറത്ത് വെച്ച് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. പ്രിന്റ് ഏത് നമ്പറിൻ്റെ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ട ആ ഒരു ആർഗ്യുമെന്റും കൂടെ ഞാൻ പാസ് ചെയ്യുവാണ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഞാൻ അതൊന്ന് പ്രിന്റ് ചെയ്യുവാണ്. എന്ത് കിട്ടി? എനിക്ക് 5ന്റെ സ്ക്വയർ കിട്ടി അല്ലേ. ഇതേ സാധനം ഞാനൊരു അനോണിമസ് ഫംഗ്ഷൻ ആയിട്ട്, അതായത് എനിക്കിത് പിന്നീട് 5ന്റെ സ്ക്വയർ, എനിക്ക് 5ന്റെ സ്ക്വയർ ആണ്, ആ ഒരു സിംഗിൾ ടൈമിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ഒരു സിംഗിൾ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നീട് എനിക്ക് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യണ്ട, അതായത് പിന്നീട് എനിക്ക് വേറെ ഒന്നിൻ്റെ സ്ക്വയർ കാണണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ്, എനിക്ക് ഫംഗ്ഷന്റെ പേരൊന്നും കൊടുക്കാതെ, ഓക്കെ, അനോണിമസ് ഫംഗ്ഷനെ പറ്റി പറയുവാണെങ്കിൽ എന്താണ്, ചെറിയ ഫംഗ്ഷൻ എഴുതാൻ വേണ്ടി, ഒരു വരിയിൽ ഫംഗ്ഷൻ എഴുതാൻ വേണ്ടി, അതായത് നമുക്ക് അതുപോലെ തന്നെ അനോണിമസ് ഫംഗ്ഷൻ സിംഗിൾ സ്റ്റേറ്റ്മെന്റിൽ എഴുതുന്നത് കൊണ്ട് തന്നെ നമുക്ക് വായിക്കാനോ ഒക്കെ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ ആണോ? അതായത് അനോണിമസ് എന്നുള്ള ആ ഒരു വേർഡിന്റെ തന്നെ മീനിങ് എന്താണ്? പേരില്ലാത്തത് അല്ലേ. എന്താണ്, അപ്പം അത്തരം ഫങ്ഷൻസിനെയാണ് അനോണിമസ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ സെയിം ഫങ്ഷൻ നമുക്കൊരു അനോണിമസ്, സെയിം ഒരു കോഡ് നമുക്ക് അനോണിമസ്, അതായത് 5ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്കൊരു അനോണിമസ് ഫങ്ഷനായിട്ട് എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എഫ് ഈക്വൽസ് എന്ത് ചെയ്യുന്നു? ജസ്റ്റ് എഫ് ഈക്വൽസ് എന്ന് പറഞ്ഞ് ഞാനൊരു വേരിയബിൾ കൊടുക്കുവാണ്, ലാംഡ, ദെൻ എ, ദെൻ കോളൻ, ദെൻ എ സ്റ്റാർ എ. ഇനി ഞാൻ എന്ത് ചെയ്യുവാണ്? പ്രിന്റ് എഫ് ഓഫ് 5. ഓക്കെ, ഇനി ഞാൻ ഇത് റൺ ചെയ്യുവാണ്. എനിക്ക് കിട്ടിയല്ലേ 25 ഔട്ട്പുട്ട് കിട്ടി. അപ്പം എങ്ങനെയാണ് ഒരു അനോണിമസ് ഫംഗ്ഷൻ എഴുതുന്നത്? അനോണിമസ് ഫംഗ്ഷൻ എഴുതാനുള്ള കീവേഡാണ് ലാംഡ. ഓക്കെ, എങ്ങനെയാണ് ഒരു അനോണിമസ് ഫംഗ്ഷൻ എഴുതുന്നത്? അനോണിമസ് ഫംഗ്ഷൻ എഴുതാനുള്ള കീവേഡാണ് ലാംഡ. ഓക്കെ ആണോ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആർഗ്യുമെന്റ് എഴുതണം. ഓക്കെ, ആർഗ്യുമെന്റ് എഴുതണം. അതിനുശേഷം നമ്മൾ പറഞ്ഞല്ലേ, അനോണിമസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ സ്റ്റേറ്റ്മെന്റിലാണ് എഴുതുക. സോ അതിന് പ്രത്യേകിച്ച്, അതായത് അതിന് ബോഡി എന്ന് പറയുന്നത് എന്താണ്,
സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അല്ലാണ്ട് പ്രത്യേകിച്ച് അതിനൊരു പേരൊന്നും കൊടുത്തിട്ട് നമ്മൾ എഴുതുന്നില്ല. ഓക്കെ, സിംഗിൾ സ്റ്റേറ്റ്മെന്റിൽ കാര്യങ്ങൾ എഴുതും. മറ്റേതാണെങ്കിൽ നമ്മൾ എന്താണ്, ആദ്യം ഒരു പേര് കൊടുക്കുന്നു, ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നു, ബോഡി ഓഫ് ദി ഇത് എഴുതുന്നു, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് അനോണിമസ് ഫംഗ്ഷന്റെ എന്താണ് ഒരു എക്സ്പ്രഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് യൂസ് ചെയ്യുന്നു? ആദ്യം കീവേഡ് യൂസ് ചെയ്യുന്നു. കീവേഡ് ആയിട്ടുള്ള ലാംഡ യൂസ് ചെയ്യുന്നു. ദെൻ അടുത്തത് എന്താ എഴുതേണ്ട? ആർഗ്യുമെന്റ്. ഇവിടുത്തെ നമ്മൾ ആർഗ്യുമെന്റ് എന്താ? എ ആണ്. ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന ആർഗ്യുമെന്റ് ആണ് എ. അതായത് നമുക്ക് വേണ്ട വേരിയബിൾ കൊടുക്കണം. ഇവിടെ ഞാൻ കൊടുത്തേക്കുന്ന ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം? നമുക്ക് വേണ്ട എക്സ്പ്രഷൻ, അതായത് നമുക്ക് എന്താണോ ചെയ്യേണ്ടത് ആ ഒരു കാര്യം, അതെന്താണ്? എ സ്റ്റാർ എ. ഓക്കെ, സ്ക്വയർ കാണണം. സോ ലാംഡ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ട വേരിയബിൾ കൊടുക്കുക, അതായത് ആർഗ്യുമെന്റ് കൊടുക്കുക. ദെൻ കോളൻ ഇട്ടിട്ട് എന്ത് ചെയ്യുക? എക്സ്പ്രഷൻ എഴുതുക. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ കോൾ ചെയ്യണം. അപ്പം ഞാനിവിടെ ഒരു വേരിയബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. എന്നിട്ട് ആ വേരിയബിൾ വെച്ചിട്ടാണ് ഞാനിവിടെ കോൾ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? എക്സ്പ്രഷൻ. എക്സ്പ്രഷൻ ഇവിടെ എന്താ? എ സ്റ്റാർ എ. അല്ല, ഇനിയിപ്പം ഞാൻ വേറൊരെണ്ണം എഴുതി കാണിച്ചു തരാം. അതായത് എന്താ, എനിക്കിവിടെ ഇതിപ്പം ഞാൻ സ്ക്വയർ കാണുന്നതല്ലേ എഴുതിയേ? അല്ല, എനിക്കിവിടെ 2 ആർഗ്യുമെന്റ്സ് ആണ്. അതായത് ലാംഡ എന്നുള്ള കീവേഡിന് ശേഷം എന്താ യൂസ് ചെയ്യേണ്ടത്? ലാംഡ എന്നുള്ള 1 സെക്കൻഡ്. ഓക്കെ, എന്താണ് അപ്പം ലാംഡ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ആർഗ്യുമെന്റ് ആണല്ലേ. കീവേഡ് യൂസ് ചെയ്തതിന് ശേഷം എന്താണ് യൂസ് ചെയ്യേണ്ടത്? ആർഗ്യുമെന്റ് ആണ്. ഇതിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ട് വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഐ എം സോറി ഫോർ ദാറ്റ്. എന്താണ്, നമുക്ക് ബാക്ക് ടു ടോപ്പിക് വരാം. ലാംഡ ദാറ്റ് ഈസ് എ കൊമ ബി ആർഗ്യുമെന്റ്. ഓക്കെ, ഇത് ആർഗ്യുമെന്റ് എ കൊമ ബി എന്ന് പറയുന്നത് 2 ആർഗ്യുമെന്റ് പാസ് ചെയ്തു. ഓക്കെ, കാരണം എനിക്ക് ഇതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ വേറൊരു ഫംഗ്ഷൻ എഴുതുവാണ്, വേറൊരു അനോണിമസ് ഫംഗ്ഷൻ എഴുതുവാണ്. എ ബി 2 നമ്പേഴ്സ് പാസ് ചെയ്യണം, അതിൻ്റെ സം കണ്ടുപിടിക്കണം. സോ ഞാനിവിടെ എന്ത് ചെയ്യുന്നു? ലാംഡ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നു. അതിനുശേഷം ആർഗ്യുമെന്റ് ആയിട്ടുള്ള എയും ബിയും പാസ് ചെയ്യുന്നു. ദെൻ എൻ്റെ എക്സ്പ്രഷൻ എന്താണ്? എ പ്ലസ് ബി പാസ് ചെയ്യുന്നു, എഴുതുന്നു. അതിനുശേഷം എന്താണ്? പ്രിന്റ്. നമുക്ക് 2 നമ്പേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. സോ എഫ് ഓഫ് 5,10 ഏതെങ്കിലും നമുക്ക് ആവശ്യമുള്ള 2 നമ്പേഴ്സ് കൊടുക്കും. ഇനി ഇത് റൺ ചെയ്ത് നോക്കാം. എന്ത് കിട്ടി? 5 + 10 is 15 കിട്ടിയല്ലേ. സോ ഇനിയിപ്പോൾ ഞാൻ വേറൊരു സംഭവം പറയുവാണേ. വേറൊരു ഫംഗ്ഷൻ ഞാൻ പറയാം. ഇതവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് വേറൊരു, അതായത് എനിക്കിപ്പം ഞാനൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണേ. അതായത് ഞാനിപ്പം ABC ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു റാൻഡം ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു.
ദാറ്റ് ഇസ് 5,7,9,4,2 എന്ന് പറഞ്ഞ് ഞാനൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എനിക്ക് എന്ത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിസ്റ്റിലുള്ള, അതായത് ഈ ലിസ്റ്റിലുള്ള എലിമെൻസിൻ്റെ എല്ലാം സ്ക്വയർ ഉള്ള വേറൊരു ലിസ്റ്റ് എനിക്ക് പ്രിൻറ്റ് ചെയ്യണം. നോർമലി നമ്മൾ എങ്ങനെയായിരിക്കും അത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? എനിക്ക് റിസൾട്ട് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഒരു എം ടി ലിസ്റ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് ഐട്രേറ്റ് ചെയ്യണം അല്ലേ? ഫോർ ഐ ഇൻ എ ബി സി ലിസ്റ്റ്. എ ബി സി ലിസ്റ്റിലാണ് നമ്മുടെ ഐ വാല്യൂ എടുക്കേണ്ടത്. എവിടെ നിന്നാ? ഓരോ വട്ടം ലൂപ്പ് ഐട്രേറ്റ് ചെയ്യുമ്പോൾ എ ബി സി ലിസ്റ്റിൽ നിന്ന് ഐൻ്റെ വാല്യൂ എടുക്കണം. ദെൻ എന്ത് ചെയ്യണം? റിസൾട്ട് ഡോട്ട് അപ്പെൻഡ്. എന്താണ് അപ്പെൻഡ് ചെയ്യേണ്ടത്? ഐ സ്റ്റാർ ഐ. ഓക്കെ, എന്താണ് ഐ സ്റ്റാർ ഐ? അതായത് ഓരോ വട്ടവും ലൂപ്പ് ഐട്രേറ്റ് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ ഞാൻ കൊടുത്തേക്കുന്ന എ ബി സി ലിസ്റ്റിനകത്തുള്ള ഓരോ എലമെൻ്റായി മാറുന്നു. ഫസ്റ്റ് ലൂപ്പ് ഐട്രേറ്റ് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ 5 ആയിരിക്കും, പിന്നീട് 7 ആയിരിക്കും, പിന്നീട് 9 ആയിരിക്കും, 4 ആയിരിക്കും, 2 ആയിരിക്കും. ഇങ്ങനെ ഓരോ വട്ടം ഐട്രേറ്റ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം? അതിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് ഐ സ്റ്റാർ ഐ എന്തിലോട്ട് അപ്പെൻഡ് ചെയ്യണം? ഈ റിസൾട്ട് എന്നുള്ള എം ടി ലിസ്റ്റിലോട്ട് അപ്പെൻഡ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ലിസ്റ്റ് ഐട്രേറ്റ് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസും ഒക്കെ കഴിഞ്ഞ വീഡിയോസിൽ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ വീണ്ടും ഞാൻ ആ കോൺസെപ്റ്റ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ സിമ്പിളായിട്ട് ഇപ്പോൾ പറഞ്ഞു. വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് കൂടെ അത് മനസ്സിലായവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ ദെൻ പ്രിന്റ് റിസൾട്ട്. കിട്ടിയല്ലേ? 5ന്റെ സ്ക്വയർ എത്ര? 25. 7ന്റെ സ്ക്വയർ എത്ര? 49. 9ന്റെ സ്ക്വയർ ഇസ് 81. 4ന്റെ സ്ക്വയർ ഇസ് 16. 2ന്റെ സ്ക്വയർ ഇസ് 4. അപ്പം ഇങ്ങനെയായിരിക്കും ഞാൻ നോർമലി എന്ത് ചെയ്യുന്നുണ്ടാവുക? നോർമലി എനിക്കിതിൻ്റെ സ്ക്വയർ ഉള്ളൊരു ലിസ്റ്റ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയായിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം എനിക്ക് ഇതിൻ്റെ സ്ക്വയർ, ഞാൻ ഈ കൊടുത്തേക്കുന്ന ലിസ്റ്റിൻ്റെ സ്ക്വയർ എനിക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഞാൻ അതിന് വേണ്ടി ഞാൻ അതിന് വേണ്ടി ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതിന് വേണ്ടി ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ സ്ക്വയർ പ്രിന്റ് ചെയ്യുകയാണ്. അത് മാത്രമല്ല, എനിക്ക് ഈ ഒരു ലിസ്റ്റിൻ്റെ സ്ക്വയർ മാത്രമേ കണ്ടുപിടിക്കേണ്ടൂ. എനിക്ക് പിന്നീട് സ്ക്വയർ വേറൊരു ലിസ്റ്റിൻ്റെയോ വേറെ ഒന്നിൻ്റെയും കണ്ടുപിടിക്കേണ്ട. സോ നമുക്കതൊരു അനോണിമസ് ഫംഗ്ഷനായിട്ട് എഴുതാം അല്ലേ? എനിക്ക് അനോണിമസ് ഫംഗ്ഷനായിട്ട് എഴുതാൻ പറ്റുമല്ലോ. അതിനു വേണ്ടി ഞാനിവിടെ ഒരു മിനിറ്റ്. അപ്പം ഞാനിവിടെ ഇനി ഞാനിത് അനോണിമസ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പിന്നീട് എഴുതാം. ഞാനിത് എന്താണെന്നറിയോ? ഇത് തന്നെ ഞാൻ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇതിൻ്റെ സ്ക്വയർ പ്രിന്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ABCD എന്നുള്ള ലിസ്റ്റ് ഉണ്ടല്ലേ, ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രിന്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ABCD ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, ലിസ്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? 5, 7, 9, 4, 2 എന്ന് പറഞ്ഞ് ABCD ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ട്. ഇനി ഞാൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുവാണ്. ഫൈൻഡ് സ്ക്വയർ ആണ് എൻ്റെ ഫംഗ്ഷൻ്റെ പേര്. ഫൈൻഡ് സ്ക്വയർ. ഓക്കെ, ദെൻ ഞാൻ ആ ആർഗ്യുമെൻ്റ് പാസ് ചെയ്തിട്ടുണ്ട് A. ഓക്കെ, റിട്ടേൺ എന്താ തരേണ്ടത്? A സ്റ്റാർ A. ഇനി നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ഒരു സാധനമുണ്ട്, ദാറ്റ് ഇസ് മാപ്പ്. റിസൾട്ട് എന്ന് പറഞ്ഞ് മാപ്പ് എന്നുള്ളൊരു കീവേഡ് ഞാനിവിടെ യൂസ് ചെയ്യുക. എന്താണ് ഈ മാപ്പ്? മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലിസ്റ്റ് ഉണ്ടല്ലോ,
നമ്മുടെ ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലിസ്റ്റിനകത്തുള്ള ഓരോ എലമെന്റിലോട്ടും മാപ്പ് ചെയ്യണം എന്ത് ഈ ഒരു ഫൈൻ സ്ക്വയർ എന്ന് പറയുന്നുള്ള ഫംഗ്ഷൻ. ഓക്കെ, ഫൈൻ സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? ലിസ്റ്റിനകത്തുള്ള ഓരോ എലമെന്റിലോട്ടും മാപ്പ് ചെയ്യണം. ഓക്കെ, ഫൈൻ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ലിസ്റ്റിലോട്ടുള്ള ഓരോ എലമെന്റിലോട്ടും മാപ്പ് ചെയ്യണം. ഓരോ എലമെന്റിലോട്ടും എന്ത് മാപ്പ് ചെയ്യണം? ഫൈൻ സ്ക്വയർ എന്നുള്ളത്. നമ്മൾ ഫൈൻ സ്ക്വയർ എന്ന് പറയുന്ന ഒരു നമുക്കിവിടെ വേണ്ട കാര്യം എന്താണ്? സ്ക്വയർ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെഫ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നു, ആ ഒരു ഫംഗ്ഷന് പേര് കൊടുക്കുന്നു. നമ്മൾ ഇപ്പോൾ ലൂപ്പ് ആണെങ്കിൽ ലൂപ്പ് വേരിയബിൾ പോലെ ഇവിടെ ആർഗ്യുമെന്റ് ആണ്. സോ എ എന്നുള്ള ആർഗ്യുമെന്റ്, പിന്നെ നമുക്ക് എന്താണ് വേണ്ടത്? റിട്ടേൺ A സ്റ്റാർ A ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? റിസൾട്ടിനകത്ത് എന്താ വേണ്ടത്? മാപ്പ് ചെയ്യണം. അതായത് എന്താ മാപ്പ് ചെയ്യേണ്ടത്? ഫൈൻഡ് സ്ക്വയർ എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ ഓരോ എലമെന്റിലോട്ടും മാപ്പ് ചെയ്യണം. ഓരോ എലമെന്റിലോട്ടും മാപ്പ് ചെയ്യണം. അപ്പം മാപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാപ്പ് ചെയ്യുമ്പം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പ് കൊടുക്കുക, അതിന് ശേഷം ഫൈൻഡ് നമ്മുടെ ഫംഗ്ഷൻ്റെ നെയിം ഫൈൻ സ്ക്വയർ, ദെൻ കോമ ABCD ലിസ്റ്റ് എന്നാണല്ലോ, ദെൻ ലിസ്റ്റിൻ്റെ നെയിം എങ്ങോട്ടേക്കാണ്? ഫൈൻ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യണം? ABCD ലിസ്റ്റിലോട്ട് മാപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നോക്കാം. ജസ്റ്റ് റിസൾട്ട് എന്ന് മാത്രം കൊടുത്തേക്കുവാണെങ്കിൽ എന്താ സംഭവിക്കുക? മാപ്പ് ഒബ്ജക്റ്റ് എറ്റ്, അതെ, ഈ മാപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതൊരു ഒബ്ജക്റ്റ് ആയിട്ടാണ് വരിക. സോ നമ്മൾ എന്ത് ചെയ്യണം? അപ്പം നമുക്ക് ഒബ്ജക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. സോ ഇവിടെ നമ്മളത് ലിസ്റ്റ് ആക്കണം. ലിസ്റ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ലിസ്റ്റ് കൊടുക്കണം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യണം? ലിസ്റ്റ് കൊടുക്കണം. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയല്ലേ? ഔട്ട്പുട്ട് കിട്ടി. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ലിസ്റ്റ് കൊടുക്കാം. ഓക്കെ, കാരണം മാപ്പ് ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? എവിടെ കൊടുക്കാം? ഇവിടെ ലിസ്റ്റ് കൊടുക്കാം. രണ്ടായാലും ഓക്കെ ആണ്. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്ത്? ഫംഗ്ഷൻ യൂസ് ചെയ്ത് എങ്ങനെയാണ് ഇതിൻ്റെ സ്ക്വയർ പ്രിന്റ് ചെയ്യുന്നത്? ആദ്യം എന്ത് ചെയ്തു? ലിസ്റ്റ് ഉണ്ട് നമുക്ക്. പിന്നെ നമ്മൾ ആ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. എന്താണ് ഫംഗ്ഷൻ? ഡെഫ് ഫൈൻ സ്ക്വയർ A, ദെൻ റിട്ടേൺ A സ്റ്റാർ A. അതിനുശേഷം എന്താണ്? റിസൾട്ടിലോട്ട് എന്ത് ചെയ്യണം? റിസൾട്ട് എന്താണ് നമുക്ക് വേണ്ടത്? ലിസ്റ്റ് ആണല്ലേ? ലിസ്റ്റ് ഓഫ് വാട്ട്? ഫൈൻ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ABCD ലിസ്റ്റിലോട്ട് മാപ്പ് ചെയ്യണം. അപ്പം ABCD ലിസ്റ്റ് എന്നാണ്. ABCD ലിസ്റ്റിലെ ഓരോ എലമെന്റും ഫൈൻ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യണം. അതിനുശേഷം റിസൾട്ട് പ്രിന്റ് ചെയ്യണം. അപ്പം എന്താണ്? എനിക്കിവിടെ ഈ ഒരു ഒറ്റ, അതായത് ഈ ഒരു ലിസ്റ്റിൻ്റെ സ്ക്വയർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ലിസ്റ്റിൻ്റെ സ്ക്വയർ മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. എനിക്ക് പിന്നീട് വേറെ ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഫംഗ്ഷൻ്റെ പേരൊക്കെ കൊടുത്ത് ബോഡിയൊക്കെ എഴുതി ഇത്രയും കാര്യമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ഇതിൻ്റെ മാത്രമേ സ്ക്വയർ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. സോ എനിക്കിത് എന്ത് ചെയ്യാം? ഇതൊരു ലാംഡ ഫംഗ്ഷൻ ആയിട്ട് എഴുതാം. അതെ, ലാംഡ ഫംഗ്ഷൻ അഥവാ അനോണിമസ് ഫംഗ്ഷൻ ആയിട്ട് എഴുതാം. എങ്ങനെ ഇതൊരു അനോണിമസ് ഫംഗ്ഷൻ ആയിട്ട് എഴുതാം? നമുക്കിത് മുഴുവൻ അങ്ങ് കളയാം. അല്ലെങ്കിൽ വേണ്ട, കമ്പയർ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ താഴെ എഴുതാം. ABCD ലിസ്റ്റ് ഉണ്ട്. ഞാൻ 3 മെത്തേഡിലും, അതായത് ലൂപ്പ് യൂസ് ചെയ്ത് നമ്മൾ നോർമലി കണ്ടുപിടിക്കുന്നത്, അതുപോലെ ഫംഗ്ഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്, അതുപോലെ അനോണിമസ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഞാനിവിടെ കമൻറ്റ് ചെയ്ത് കൊടുത്തേക്കാം. ഫസ്റ്റ് ലൂപ്പ് മെത്തേഡ്, ഇത് ഫംഗ്ഷൻ മെത്തേഡ് യൂസിങ് ഫംഗ്ഷൻ. ഓക്കെ, ദെൻ ഇവിടെ എന്താണ്? ഇതെന്താണ്? യൂസിങ് അനോണിമസ് ഫംഗ്ഷൻ. അപ്പം ABCD ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ് എലിമെൻറ്റ്സ്? 5, 7, 9, 4, 2. ഓക്കെ, ഇനി ഞാൻ മാപ്പ് യൂസ് ചെയ്യാണ്ട് ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്യുവാണേ.
ഇപ്പം ഞാൻ റിസൾട്ട് ഈക്വൽ ടു റിസൾട്ട് ആണല്ലോ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് ബേസിക്കലി. സോ ലിസ്റ്റ് ദെൻ മാപ്പ്, ഓക്കെ, ലിസ്റ്റ് ദെൻ മാപ്പ് ദെൻ കീവേഡ്. ഓക്കെ, ഇനി ലിസ്റ്റ് ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. ആകെ നമ്മൾ എന്താണ് ഫംഗ്ഷൻ, അതായത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നില്ല, ഫംഗ്ഷൻ്റെ നെയിം കൊടുക്കുന്നില്ല, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നില്ല, ജസ്റ്റ് നമ്മൾ ലാംഡ ഫംഗ്ഷനായിട്ട് ഈ സെയിം കാര്യം എഴുതുവാണ്. അപ്പം എന്താണ് റിസൾട്ട്, അല്ലെങ്കിൽ റിസൾട്ട് ഈക്വൽ ടു ലിസ്റ്റ് മാപ്പ്, അത് വരെ സെയിം ആണ്. റിസൾട്ട് ഈക്വൽ ടു ലിസ്റ്റ് മാപ്പ്. അതിനുശേഷം എന്ത് ചെയ്യണം, മാപ്പിനകത്താണ് നമ്മളത് എളുപ്പമായിട്ട് എഴുതുന്നത്. എന്താ ലാംഡ ഫംഗ്ഷൻ എഴുതാനുള്ള എക്സ്പ്രഷൻ, ലാംഡ യൂസ് ചെയ്ത എക്സ്പ്രഷൻ ഇങ്ങനെ, ലൈക്ക് ഐ മീൻ ഫംഗ്ഷൻ എങ്ങനെ എഴുതുന്നത്, ആദ്യം കീവേഡ് ആയിട്ടുള്ള ലാംഡ കൊടുക്കണം. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം, ആർഗ്യുമെന്റ് പാസ് ചെയ്യണം. ദെൻ എക്സ്പ്രഷൻ എന്താ കണ്ടുപിടിക്കേണ്ട, സ്ക്വയർ. ഓക്കെ, എവിടെ നിന്ന് എടുക്കണം, ABCD ലിസ്റ്റിൽ നിന്ന്. ഇത്രയേ ഉള്ളൂ കാര്യം. ദെൻ പ്രിന്റ് റിസൾട്ട്. എത്ര എളുപ്പത്തിൽ കഴിഞ്ഞു നോക്കി. ഇതാണോ ഏറ്റവും എളുപ്പം, രണ്ടാമത് എഴുതിയതാണല്ലേ. അപ്പോൾ നമുക്കിത് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യുണ്ടു എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്ത് എഴുതാവുന്നതാണ്. മറ്റേതെന്ന് പറയുമ്പോൾ നമ്മൾ ഫംഗ്ഷൻ എന്ത് ചെയ്യണം, ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ കൊടുക്കണം, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം, അല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് ഒറ്റ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഒറ്റ ലൈനിൽ നമ്മുടെ ഫംഗ്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കഴിയും. ഇതാണ് ലാംഡ ഫംഗ്ഷൻ്റെ യൂസ് എന്ന് പറയുന്നത്, സിംഗിൾ യൂസ്. ഓക്കെ, സിംഗിൾ യൂസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംഗിൾ ലൈൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് അനോണിമസ് ഫങ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ വെറുതെ എന്താണ് ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്, എനിക്ക് മാക്സിമം ഓഫ് 2 നമ്പേഴ്സ് കാണണം. എങ്ങനെ ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്തൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും, ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്ത് എങ്ങനെ ഫൈൻഡ് ചെയ്യും. സോ ഞാൻ മാക്സിമം, ഓക്കെ, മാക്സിമം ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, കീവേഡ് അല്ലേ, കീവേഡ് എന്താണ്, ലാംഡ എന്നുള്ള കീവേഡ്, ആർഗ്യുമെന്റ്സ് A, B, 2 നമ്പേഴ്സിൻ്റെ മാക്സിമം കണ്ടുപിടിക്കണം. ദെൻ കോളൻ യൂസ് ചെയ്യുന്നു. എന്താണ് ഇനി നമ്മുടെ എക്സ്പ്രഷൻ, A if A greater than B, ഓക്കെ, else B. ഓക്കെ, A greater than B ആണെങ്കിൽ A, അല്ലെങ്കിൽ എന്താണ് B. then print maximum of AB. എന്ത് എളുപ്പത്തിൽ കഴിഞ്ഞു നോക്കി. നോർമലി നമ്മൾ എന്താണ് ഫംഗ്ഷൻ്റെ നെയിം കൊടുത്ത് അതിനകത്ത് ഈ സ്റ്റേറ്റ്മെൻറ്റ് എൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൊടുത്ത് എഴുതണം. ഇത് സിംപ്ലി എന്ത് ചെയ്തു, അനോണിമസ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചു. മാക്സിമം ഓഫ് 5, 7 പ്രിന്റ് ചെയ്ത് നോക്കാവേ. ഏറ്റവും ലാസ്റ്റത്തെ ഔട്ട്പുട്ട് വേണം നിങ്ങൾ നോക്കാം. 1 സെക്കൻഡ്. എന്താണ്, വാട്ട്സ് ഇസ് ദ എറർ, if lambda A, B, A if A greater than B, else B. ഇപ്പോൾ കിട്ടിയിട്ടുണ്ടല്ലേ. ഞാൻ നെക്സ്റ്റ് ലൈനിൽ എൽസ് കൊടുത്തതുകൊണ്ടാണ് അവിടെ മിസ്റ്റേക്ക് വന്നത്. സോ സിംഗിൾ ലൈൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി അല്ലേ, സിംഗിൾ ലൈൻ അതാണ് മെയിൻ ലാംഡ. അതായത് അനോണിമസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ അത് എന്തായിരിക്കണം, സിംഗിൾ ലൈനിൽ സിംഗിൾ ലൈൻ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം. അത് നെക്സ്റ്റ് ലൈനിലായതുകൊണ്ടാണ് ഇറർ വന്നത്. സോ എന്താണ്, ലാംഡ എന്നുള്ള കീവേഡ് മാക്സിമം ഓഫ് 2 നമ്പേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ മാക്സിമം എന്നുള്ളത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഈക്വൽ ടു എന്ന് പറഞ്ഞ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, കീവേഡ് ആയിട്ടുള്ള ലാംഡ കൊടുത്തു. അതിനുശേഷം എന്താണ്, ആർഗ്യുമെന്റ്സ് എയും ബിയും 2 നമ്പേഴ്സ് ആണല്ലോ കൊടുക്കുന്നത്. പിന്നെ കോളൻ ഇടുന്നു, നമ്മുടെ എക്സ്പ്രഷൻ എഴുതുന്നു. A if A greater than B. A greater than B ആണെങ്കിൽ A, else B. ഓക്കെ, അതായത് A greater than B ആണെങ്കിൽ മാക്സിമം എന്താണ്, A. ഓക്കെ, മാക്സിമത്തിലാണല്ലോ, മാക്സിമം എന്ന് പറയുന്ന വേരിയബിളിലാണോ നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്നത്. അതായത് ലാംഡ A, B കോളൻ ദെൻ എന്താണ് മാക്സിമം, A ആണ്. എപ്പോൾ, A greater than B. A greater than B ആണെങ്കിൽ A ആയിരിക്കും മാക്സിമം, അല്ലെങ്കിൽ B ആയിരിക്കും മാക്സിമം. അപ്പോൾ പ്രിന്റ് മാക്സിമം ഓഫ് 5, 7.
ഓക്കെ. അപ്പോൾ ഇത്രയാണ് അനോണിമസ് ഫംഗ്ഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്നും കൂടെ റീവാച്ച് ചെയ്ത് നോക്കുക. എളുപ്പമായിട്ടുള്ള കാര്യമാണ്, സിംഗിൾ യൂസിന് വേണ്ടി. ഇവിടെ എന്തുകൊണ്ടാണ്, അതായത് എനിക്കിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഈ ഫംഗ്ഷൻ റീയൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് 5ൻ്റെയും 7ൻ്റെയും ജസ്റ്റ് എന്താണ് 5ൻ്റെയും 7ൻ്റെയും മാക്സിമം മാത്രം കണ്ടുപിടിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ എന്താണ്